ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ ഹെവി വ്ളോഗ്. ഇന്ന് ശരിക്കും ഞങ്ങളൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ് ഇടുന്നത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ ഇപ്പം ലച്ചു ഇവിടെയാണ് പ്രഗ്നൻ്റ് ആയിട്ട് ഡെലിവറി ആവാൻ പോകുന്നത്. അപ്പം അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നാട്ടിലെ പോലല്ല, നമ്മൾ തന്നെ സ്വന്തമായിട്ട് എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാരണം അവിടെ യൂസ് ചെയ്യാനുള്ള ഐറ്റംസ്, അപ്പോൾ അതിന് അവർ ലിസ്റ്റും കാര്യങ്ങളും എല്ലാം തരും. അപ്പം ആ ലിസ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ പാക്ക് ചെയ്ത സാധനങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു റെഫറൻസ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ലച്ചു തന്നെയാണ് ലച്ചുവിൻ്റെ ഫ്രീ ടൈമിൽ ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത് അവരുടെ ലിസ്റ്റിനനുസരിച്ച് ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഞങ്ങളിന്ന് പാക്ക് ചെയ്യാൻ പോവാം ബാഗിലോട്ട്. അപ്പം എന്തായാലും നിങ്ങളെ കാണിക്കാം. മദറിനൊരു ബാഗും വേണം, അതുപോലെ ബേബിക്ക് ഒരു ബാഗ് വേണം. അപ്പം മദറിൻ്റെ ബാഗിൽ എന്തൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്നുള്ളതും ബേബിയുടെ ബാഗിൽ എന്തൊക്കെ പാക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്നുള്ളതും നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കും. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇതൊരു റെഫറൻസ് വീഡിയോ ആയിട്ട് ഭാവിയിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം കേട്ടോ. അപ്പം വിഷു പറഞ്ഞ പോലെ ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്, ശരിക്കും നമ്മൾ 2 ബാഗാണ് മെയിനായിട്ട്. ഒന്ന് മദറിന് ഒരു ബാഗും പിന്നെ ബേബിക്ക് ഒരു ബാഗ്, പിന്നെ ലേബർ റൂമിൽ ഒരു ചെറിയൊരു ഒരു ബാഗിൽ, അത് ബാഗിൽ വേണ്ട ചെറിയൊരു ഇതിലായിട്ട് മതി, ബേബിയുടെ കുറച്ച് ഒരു ഉടുപ്പും അങ്ങനത്തെ സാധനങ്ങൾ. അപ്പം ടോട്ടൽ 3 ബാഗായിട്ട്, മെയിൻ 2 ബാഗും പിന്നെ ഒരു ചെറിയൊരു ബാഗ് പോലത്തേലാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഈ ബാഗ്, ഇതാണ് എൻ്റെ മദറിൻ്റെ ബാഗ് എന്ന് പറയുന്നത്. ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത്. ഇതിൽ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ സാധനങ്ങളും കയറും. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങളും പിന്നെ വെയിറ്റ് ഉള്ള സാധനങ്ങളും കൊണ്ടുപോകാതിരിക്കുക. അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ സൈറ്റിൽ. ഞാനിപ്പം മെയിനായിട്ട് HSCയുടെ ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പറേഷൻ ബിഫോർ ഗോയിങ് ടു ലേബർ എന്നുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. അതിൽ നിന്നാണ് ഇൻഫർമേഷൻസ് ഒക്കെ കേൾക്കുന്നത്. അതിൽ മദറിന് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം, ബേബിക്ക് വേണ്ടി ബാഗിൽ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്ന് എല്ലാ ഡീറ്റെയിൽസും അതിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞങ്ങൾ ഓരോ സാധനങ്ങളും വാങ്ങിച്ചത്. അധികം ഒന്നും വാങ്ങിച്ചിട്ടില്ല, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഈ ബാഗിൽ വെക്കുന്നുള്ളൂ. അവർ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരല്ല, മാക്സിമം കുറച്ച് പക്ഷേ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളായിട്ട് വേണം വരാൻ. അപ്പം ഈ ബാഗ് ഞങ്ങൾ പിന്നെ അതേപോലെ ഞങ്ങൾ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അല്ലാതെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് മദറിൻ്റെ ബാഗിൽ നമ്മൾ എന്തെല്ലാം പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. ഞങ്ങൾ ഈ ഒരു ബാഗാണ് ശരിക്കും മദറിന് വേണ്ടി എടുത്തത്. അപ്പം അതിലൊന്ന് നമ്മൾ, അവർ പറയുന്നുണ്ട് ഒരു പേപ്പറും ഒരു പെന്ന് നിങ്ങളെടുക്കുക. ഇല്ല ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇപ്പം ഷുഗറുള്ള ബേബീസിൻ്റെ ആണെങ്കിൽ ഇപ്പം നമ്മൾ ഫീഡൊക്കെ എപ്പോൾ കൊടുത്തു, ബേബി എപ്പം ഇത് ബൗൾസ് പാസ് ചെയ്തു അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്തു, അങ്ങനത്തെ ഡീറ്റെയിൽസോ എന്തെങ്കിലും ഇൻഫർമേഷൻസ് നമുക്ക് ഇതിൽ നോട്ട് ചെയ്തേക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് പേപ്പറോ പെന്നോ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിലാണെങ്കിൽ അത് നോട്ട് ചെയ്യുക. അപ്പം ഞാനിപ്പം ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിരുന്നു, ഇത് വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളാണ്. ഒന്ന് ഇത് നമ്മൾ എടുക്കുക. ഇത് ഞാൻ പിന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിന് എടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള രീതിയിൽ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആ സാധനങ്ങൾ എടുക്കുക. ഇങ്ങനെ വാരി വലിച്ചിട്ടുണ്ട് എല്ലാം അടുക്കി നന്നായിട്ട് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ പറയുന്നുണ്ട് നമുക്ക് എന്തെല്ലാം മെഡിസിൻസ് ആണോ പോകുന്നത് ആ മെഡിസിൻസ് ഫുൾ എടുക്കണമെന്ന്. ഇപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസ് ഉണ്ട്. പിന്നെ എനിക്ക് ഇൻസുലിൻ വരുന്നുണ്ട്, പിന്നെ ഇൻസുലിൻ്റെ മീറ്റർ, ഷുഗർ ചെക്ക് ചെയ്യുന്ന മീറ്റർ വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ എടുത്തിരിക്കണം. എന്തെല്ലാം മെഡിസിൻസ് നിങ്ങൾ പ്രഗ്നൻസി ടൈമിൽ എടുക്കുന്നോ അത് ഫുള്ള് നിങ്ങൾ ബാഗിൽ വെക്കണമെന്ന് അവർ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തുള്ളൂ. ഞാൻ മെഡിസിൻ സെപ്പറേറ്റ് ഇതിലാണ് വെക്കുന്നത്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ, നമുക്ക് വെള്ളം അവിടെ നിന്ന് നിറച്ചിട്ട് നമുക്ക് കുടിക്കാൻ വേണ്ടി. ഞാനിപ്പം സ്പെഷ്യലി പ്രിഫർ ചെയ്ത് നമ്മളിങ്ങനെ വലിച്ചു കുടിക്കുമല്ലോ, അങ്ങനത്തെ ഒരു ടൈപ്പ് ആണെങ്കിൽ നമുക്ക് റിസ്ക് ഇല്ല. ചിലപ്പം പെയിനൊക്കെ വരുന്ന സമയം നമ്മളിങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം ആസ്പിറേഷൻ ഉണ്ടാകാനുള്ള ചാൻസ്. അപ്പോൾ ഇതാകുമ്പോൾ ബെറ്റർ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്താൽ. അപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ നിങ്ങൾ കരുതിയിരിക്കുക. അതും നമ്മൾ ഇപ്പം ഇതിനുള്ളിൽ വെക്കും. പിന്നെ അടുത്ത നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റേഴ്സ്, അങ്ങനെ എന്തെങ്കിലും
എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള നിങ്ങൾക്ക് ബർത്ത് പ്രിഫറൻസിനുള്ള ഒരു പേപ്പർ അവർ തരും. അത് ഫില്ല് ചെയ്തിട്ടുള്ള പേപ്പർ, വേറെ എന്തെങ്കിലും എസെൻഷ്യൽ ആയിട്ടുള്ള പേപ്പേഴ്സോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അതായത് ഈ ഗ്ലൂക്കോസിൻ്റെ ഇപ്പോൾ ഷുഗർ വയ്ക്കുന്നവർക്കാണെങ്കിൽ അവരൊരു ഡയറി തരും, ഷുഗർ റീഡിങ് മോണിറ്റർ ചെയ്യാനുള്ളത്. അങ്ങനത്തെ സാധനങ്ങളുണ്ടെങ്കിൽ ഒരു ഫയൽ എടുത്ത് ബാഗിൽ വെക്കുക. അത് ഒരു കണ്ടൻറ്റ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ഡ്രസ്സിങ് ഗൗണ്, പിന്നെ അത് നമ്മളുടെ ഇഷ്ടത്തിനുള്ള ടൈപ്പ്. ഇപ്പം ഫീഡിങ് ചെയ്യുന്നവരാണ്, ഇപ്പം ബേബിക്ക് ഫീഡ് ചെയ്യാനാണെങ്കിൽ വി ടൈപ്പ് നെക്ക്, ഈസിലി ഫീഡ് ചെയ്യാനുള്ള ടൈപ്പിലുള്ള ഡ്രസ്സ്, പിന്നെ ആവശ്യമായിട്ടുള്ള സോക്സ്, അങ്ങനത്തെയൊക്കെയാണ് പറയുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നൈറ്റി ടൈപ്പ് വേണമെങ്കിൽ നൈറ്റി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ശരിക്കും ഡ്രസ്സിങ് ഗൗൺ എന്നുള്ള രീതിയിൽ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഡ്രസ്സിങ് ഗൗൺ അല്ല ശരിക്കും, ഇത് അതിൻ്റെ ഇൻസൈഡ് വരുന്ന ടോപ്പാണ്. ഇതിപ്പം നമുക്ക് കൈയില്ലാത്തത്, അപ്പം നമുക്ക് എന്തായാലും തണുക്കും. അപ്പം ഇതിൻ്റെ മുകളിലൊരു ഡ്രസ്സിങ് ഗൗണോട് വരും. ഇതിങ്ങനെ ഇട്ടിട്ട് ഫീഡ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ ഡ്രസ്സിങ് ഗൗണായിട്ട് ഞാനിപ്പം വാങ്ങിച്ചേക്കുന്ന ഇതാണ്. കണ്ടോ, ഇതാണ് ഡ്രസ്സിങ് ഗൗൺ. ഇതിങ്ങനെ വരും. അത് ലോങ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കെട്ടിയിട്ടിട്ട് കിടക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു നൈറ്റി ടൈപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, നല്ലതായിട്ട് നമുക്ക് അവർ പറയുന്നുണ്ട് ഒരുപാട് ചൂടില്ലാത്ത, അതുകൊണ്ട് ലൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടണം. പക്ഷെ ഒത്തിരി ലൈറ്റ് ആവാനും പാടില്ല, നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ സ്ഥലം. പിന്നെ ഉള്ളിൽ ഹോസ്പിറ്റലിനുള്ളിൽ ഓഫ്കോഴ്സ് എന്തായാലും ഹീറ്റർ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഭയങ്കര കട്ടിയുള്ള ഡ്രസ്സ് മാക്സിമം യൂസ് ചെയ്യായിരിക്കും. നോർമൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന നൈറ്റീസോ പിന്നെ അതിൻ്റെ മുകളിൽ ഇടാൻ പറ്റിയ ടൈപ്പ് ഗൗൺ ടൈപ്പ് ഉണ്ടെങ്കിൽ ഇതും യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അങ്ങനത്തെ രണ്ട് മൂന്ന് ഡ്രസ്സുകൾ നിങ്ങൾ എടുക്കാതെ നമ്മുടെ ഡെലിവറിയുടെ ടൈമിൽ യൂസ് ചെയ്യാനുള്ള ഒരു നൈറ്റി. പിന്നെ അവർ പറയുന്നുണ്ട് സ്പെഷ്യലി നമ്മൾ ഡ്രസ്സ് പ്രിഫർ ചെയ്യുമ്പം നല്ല കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക. ആ സമയത്തൊക്കെ നല്ല ബ്ലീഡിങ്, അതായത് ബ്ലഡ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയം ഇപ്പം വൈറ്റ് അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നടക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഡ്രസ്സിൽ പറ്റിക്കഴിഞ്ഞാൽ വേഗം നിറയും. മറ്റേതാണെങ്കിൽ നമുക്കത്ര അറിയത്തില്ല, അങ്ങനെ പ്രത്യേകിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു ഇതായിട്ട് ഉണ്ടാവില്ല. അപ്പം കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് മാക്സിമം യൂസ് ചെയ്യുക. അപ്പം ഞാൻ കൂടുതലും കളേർഡ് ആയിട്ടുള്ള ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ എടുത്ത സാധനങ്ങൾ എല്ലാം കൂടെ ഞാനിപ്പോൾ എടുത്ത് ഇതിൽ വെക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടവൽ വേണം, അതേപോലെ തന്നെ ഒരു ഫേസ് ടവൽ അല്ലെങ്കിൽ ഹാൻഡ് ടവൽ എന്ന് പറയുന്ന രീതിയിൽ ഒരു ചെറുതും. ഇത് അവർ പറയുന്നുണ്ട് കളേർഡ് ആയിട്ടുള്ള തന്നെ, നല്ല കളേർഡ് ആയിട്ടുള്ള തന്നെ എടുക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ നോക്കിയിട്ട് എനിക്ക് വാങ്ങാൻ പോയപ്പോൾ കളേർഡ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഫേസ് ക്ലോത്ത് അല്ലെങ്കിൽ ഹാൻഡ് ടവൽ ഒരു ചെറുത് ഒരു യെല്ലോ കളറും മറ്റേത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഇതൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രസ്റ്റ് പാഡാണ്. ഇപ്പോൾ ചിലവർക്കൊക്കെ ഡെലിവറി കഴിയുന്ന ആ സമയമാകുമ്പോഴത്തേനും മിൽക്ക് പ്രൊഡക്ഷൻ ഒരുപാടുണ്ടെങ്കിൽ ലീക്കിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബ്രസ്റ്റ് പാഡ്. അതൊരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ചു വെക്കുക. പിന്നെ അതേപോലെ ഇവർ പറയുന്നുണ്ട് ഇപ്പം നമുക്ക് ഡിസ്പോസിബിൾ മറ്റേണിറ്റി ബ്രീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അണ്ടർ ഗാർമെൻറ്റ്സ് അത് ഡിസ്പോസിബിളോ അല്ലെങ്കിൽ അല്ലാത്ത നോർമലായിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ അതും പറയുന്നുണ്ട് കളേർഡ് ആയിട്ടുള്ള മാക്സിമം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ബ്ലഡ് സ്റ്റെയിൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വേഗം അറിയാണ്ടിരിക്കാൻ. ഞാൻ പക്ഷേ കളേർഡ് നോർമൽ യൂസ് ചെയ്യുന്ന ഒരു 2-3 എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള മറ്റേണിറ്റി ബ്രീഫാണ്. മറ്റേണിറ്റി ബ്രീഫ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഡിസ്പോസിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി നല്ലതായിരിക്കും. അത് ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ അത് പിന്നെ ഇവർ പറയുന്നുണ്ട് കുഞ്ഞു ബാഗിൻ്റെ അകത്തിൽ നമ്മൾ ടോയ്ലറ്ററിയുടെ ഒരു ബാഗ് സെറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ മേക്കപ്പിൻ്റെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ ചേർത്ത് വരും. അപ്പം ഇങ്ങനെ ഓരോ ബാഗിലായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. വേഗം നിങ്ങൾക്ക് ഒരു സാധനം വേണമെങ്കിൽ ആ ഒരു ബാഗ് മാത്രം എടുത്താൽ മതി. അപ്പോൾ എൻ്റെ ഇതിൽ തന്നെ എനിക്ക് വേണ്ട ആവശ്യങ്ങൾ ഇപ്പം ഐലൈനർ, കോംബ്, പിന്നെ സ്പ്രേ അങ്ങനത്തെ ഐറ്റംസ് ഒരു ബാഗ് എല്ലാം കൂടെ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം കൂടെ ഇതിലേക്ക് ഒരു ബാഗിൽ സെറ്റ് ചെയ്തു. അത് നമുക്ക്
ഇതിൽ വെക്കാം. പിന്നെ ടോയ്ലറ്ററീസ് എല്ലാം കൂടി. ടോയ്ലറ്ററീസിൽ നമുക്ക് ബ്രഷ്, പേസ്റ്റ്, പിന്നെ ഇപ്പോൾ നമുക്ക് ഷാമ്പു, അവിടെ കുളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷാമ്പു എടുക്കാം. പിന്നെ നമുക്ക് ഷാമ്പു, കണ്ടീഷണർ, പിന്നെ ഹെയർ ഓയിൽ ഉണ്ടെങ്കിൽ ഹെയർ ഓയിൽ, പിന്നെ ഒരു ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട് ഞാൻ. അതേപോലെ തന്നെ ഒരു പാക്കറ്റ് വൈപ്സ്. അങ്ങനെ ഇതെല്ലാം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഞങ്ങൾ ചെറുത് നമുക്കിപ്പം ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ചെറിയ പാക്കറ്റായിട്ട് ചെറിയ സാധനങ്ങളായിട്ട് കിട്ടും. ഇത് കണ്ടോ, ലോറിയലിൻ്റെ ഒക്കെ ചെറിയ ബോട്ടിലിടും. അപ്പോൾ നമുക്ക് വലിയ ബോട്ടിൽ എടുക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എടുക്കേണ്ട ഒരെണ്ണമാണ് നിപ്പിൾ ക്രീം. പിന്നെ ഒരു ഹാൻഡ് സാനിറ്റൈസർ, പിന്നെ കണ്ടോ ചെറിയൊരു കോൾഗേറ്റ്, പിന്നെ ഒരു ഹാൻഡ് ജെൽ, പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം, ബോഡി ക്രീം, ഫേസ് ക്രീം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഒരു ഫേസ് വാഷ് എടുത്തിട്ടുണ്ട് ഞാൻ, കണ്ടല്ലോ, ഫേസ് വാഷും പിന്നെ എൻ്റെ ബ്രഷും. ഇത്രയാണ് ഞാൻ ഈ ടോയ്ലറ്ററീസിൽ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളേ. അതും നമുക്ക് ഇതിലേക്ക് വെക്കാം, സൈഡിലേക്ക് വെച്ചാൽ പോരെ. പിന്നെ ഇനി മദറിൻ്റെ ബാഗിൽ അടുത്ത് വരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേണിറ്റി പാഡ്, ഇനഫായിട്ടുള്ള മറ്റേണിറ്റി പാഡ് അവരെടുക്കണമെന്ന് പറഞ്ഞു. ഇത് ഞാൻ കുറച്ച് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതുണ്ടോ, അബേന മറ്റേണിറ്റി പാഡ്സ്, അതേപോലെ തന്നെ ലില്ലറ്റ്സ് മറ്റേണിറ്റി പാഡ്സ്. ഇത് കണ്ടിട്ട് നല്ല പാഡ്സാണെന്ന് തോന്നുന്നു, നല്ലതായിട്ട് എക്സ്ട്രാ ലാർജ് ആണ്. നല്ല രീതിയിൽ ലീക്കിങ്, അങ്ങനെ ബ്ലഡ് ലീക്ക് ആവാണ്ട് സേഫ് ആയിട്ടുള്ള ഒരുപാട് റിവ്യൂ ഉള്ള മറ്റേണിറ്റി പാഡാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ ഇത് വാങ്ങും. ഞാനിപ്പോൾ അത് അവർ പറയുന്നത് ഇനഫായിട്ട് എടുക്കാൻ വേണ്ടി, ഇതിപ്പോൾ അധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊരു 14 പീസ് വരുന്ന ഒരു പാക്കറ്റും അതേപോലെ തന്നെ ഇതൊരു 10 പീസ് വരുന്ന ഒരു 2 പാക്കറ്റും എടുത്തിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചേക്കുന്ന ഒരു സാധനമാണ് ഈ മറ്റേണിറ്റി ഷീറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്തവർക്ക് അറിയായിരിക്കും. ഇങ്ങനെ നമ്മുടെ ഇത് കണ്ടോ, ഇത് നമ്മൾ കിടക്കുന്നതിൻ്റെ അവിടെ ആയിട്ട് ഇതിങ്ങനെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ബ്ലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് അബ്സോർബ് ചെയ്യും, നമ്മുടെ ബെഡ്ഷീറ്റ് സേഫ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഇത് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് തരുമെന്ന് എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എനിവേ ഞാൻ എൻ്റെ ഒരു സേഫ് സൈഡിന് വേണ്ടി ഇതും ഞാനും ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു 6-7 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. കാരണം ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ഹോസ്പിറ്റലൊക്കെ ഇങ്ങനത്തെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എനിക്കറിയില്ല, കൊടുക്കുമായിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഒരു 6-7 എണ്ണം ഇതേലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ബാഗിലേക്ക് വെക്കുക. പിന്നെ അടുത്ത ഐറ്റംസ് സോക്സ്. ഈ സോക്സ് അവർ പറയുന്നത് ലേബർ റൂമിൽ നല്ല തണുപ്പായിരിക്കും. അപ്പം നമ്മുടെ കാല് തണുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു 2 പെയർ സോക്സ് എടുത്തിട്ടുണ്ട്. അത് ലേബർ റൂമും ഡെലിവറി കഴിഞ്ഞ് അല്ലെങ്കിൽ സിസേറിന് എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ അത് ഞാനൊരു 2 പെയർ സോക്സ് എടുത്തു. അതും ബാഗിലേക്ക് വെക്കാം. പിന്നെ ഞാൻ ഒരു പാക്കറ്റ് ചെറിയൊരു ടിഷ്യൂ പേപ്പറും കൂടി എടുത്തിട്ടുണ്ട്, നമ്മുടെ ഫേഷ്യൽ ടിഷ്യൂ പേപ്പർ, അതൊരു പാക്കറ്റ്. പിന്നെ അവർ നമ്മുടെ സ്ലിപ്പേഴ്സ്, ഈ സ്ലിപ്പേഴ്സ് നമുക്കിപ്പം ഹോസ്പിറ്റലിൽ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ലിപ്പേഴ്സ് യൂസ് ചെയ്യുക. അല്ല നമ്മൾ ഹോസ്പിറ്റലിനകത്ത് വർക്ക് ചെയ്യാനൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നല്ല ഇഷ്യൂ പറയുന്നത്, ഫ്ലിപ്പ് ഫ്ലോപ്പ് ടൈപ്പ് നമ്മളുടെ ഇതെന്ത് പറയുന്നത്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇത് ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടി തണുപ്പത്തൊക്കെ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പാണ്, തണുപ്പത്തൊക്കെ ഇടുന്ന ടൈപ്പാണ് ഇത്. ഇതും നിങ്ങൾ എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇത് രണ്ടും ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കിയിട്ട് അതും ഇതിനകത്തിലേക്ക് വെക്കുകയാണ്. അപ്പം ഇത്രയൊക്കെയാണ് മറ്റേണിറ്റി ബാഗിൽ. ഇത് കഴിഞ്ഞു, ഇത്രയും നമ്മുടെ ഈ ബാഗിനകത്തിൽ കയറി. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിവേ ആ HSCയുടെ ആ സംഭവം, അതിൻ്റെ ലിങ്ക് എന്തായാലും ഈ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ അത് HSCയുടെ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ അതിനകത്തിൽ ഇടുന്നുണ്ട് മറ്റേണിറ്റി മദറിൻ്റെ ബാഗിൽ എന്തെല്ലാം പാക്ക് ചെയ്യണം എന്നുള്ളത്. ഞാനിപ്പോൾ HSCയുടെ തന്നെ സൈറ്റിൽ നിന്നാണ് അത് എടുത്തത്. അപ്പോൾ എനിവേ അതിൻ്റെ ലിങ്ക്
HSC ഒരു ബ്രൗഷർ പോലെ ഒരു സംഭവം തരത്തില്ല, അതിനകത്തും ഇല്ലേ ചെക്ക് ലിസ്റ്റ്? HSCയിൽ നിങ്ങൾ ഫസ്റ്റ് പ്രഗ്നൻസി രജിസ്റ്റർ ചെയ്യുമ്പം ഒരു സൂപ്പർ വാല്യൂൻ്റെ എവരി മം എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബുക്ക്ലെറ്റ് കിട്ടും. അതിനുള്ളിലും നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം കാണുന്നതായിരിക്കും. അല്ലെങ്കിൽ HSCയുടെ സൈറ്റിൽ കയറി ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി. HSC ഇതുപോലെ വാട്ട് ടു പാക്ക് ഫോർ മദർ ആൻഡ് ബേബി എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇനിമേ ഞങ്ങൾ ആ ലിങ്ക് വീഡിയോസിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണും. അപ്പോൾ ഇത്രയാണ് നമ്മൾ മദറിൻ്റെ ബാഗിൽ വെക്കുന്ന സാധനങ്ങൾ. ഇനിയിപ്പോൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് ബേബിയുടെ ബാഗിൽ നമ്മൾ എന്തെല്ലാം വെക്കണം എന്നുള്ളതാണ്. പിന്നെ അതേപോലെ അവർ പറയുന്നുണ്ട്, ഇപ്പം നമുക്ക് ലേബർ റൂമിലുള്ള സമയത്ത് അത് കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ സൈഡിൽ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് കഴിക്കണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം സ്നാക്സ്. അല്ല അവിടെ അതിനുള്ളിൽ കഫറ്റീരിയ ഉണ്ട്, അവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങാം. അല്ല ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കരുതണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പാക്കറ്റ്സ് എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് എടുക്കുക. പിന്നെ അവര് ഫുഡ് തരത്തില്ലേ? ഹോസ്പിറ്റലിൽ നിന്ന് ഫുഡുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഫുഡ് കൂടാണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ നല്ല രീതിയിൽ വിശപ്പുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. സ്നാക്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങൾ അത് അവർ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊബൈല്, പിന്നെ അതിൻ്റെ ചാർജർ, ഇപ്പോൾ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ പവർ ബാങ്ക്, ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ എടുക്കാം. ഇപ്പം ചിലവർക്കാണെങ്കിൽ പാട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പം ഇപ്പം ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഹെഡ്സെറ്റ് എടുക്കാം. പിന്നെ എന്തെങ്കിലും ബുക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ബുക്ക് വായിക്കും. ഇപ്പം ആദ്യം ചിലപ്പോൾ പെയിൻ ഇല്ലാത്ത ടൈമിലൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ എക്സ്ട്രാ കരുതണമെങ്കിൽ കരുതുക. ഇത്രയാണ് മദറുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ബാഗിൽ നമ്മൾ പാക്ക് ചെയ്യേണ്ട സാധനങ്ങൾ. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത് ബേബിക്ക് വേണ്ടിയുള്ള ബേബിയുടെ സാധനങ്ങളാണ്. ബേബിക്ക് വേണ്ടി എന്തെല്ലാമാണ് ഇവിടെ നമ്മൾ പാക്ക് ചെയ്തിട്ട് പോകുന്നത്. ഞങ്ങൾ ശരിക്കും ഈ ഒരു ടൈപ്പ് ബാഗാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം ഈ കുറച്ച് സാധനങ്ങളെല്ലാം കയറും. ഇതൊക്കെയാണ് ഡ്രസ്സ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് നമ്മളുടെ ബോഡി സ്യൂട്ടും ഒരു 6 എണ്ണം വെച്ചിട്ട് ഒരു ബോഡി സ്യൂട്ട്, അതേപോലെ തന്നെ ബേബി ഗ്രോ. ബോഡി സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയാണ് ബോഡി സ്യൂട്ട് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് ഫുൾ സ്ലീവ് ഉള്ളതുണ്ട്, ഹാഫ് സ്ലീവ് ഉള്ളതുകൊണ്ട് ഇതാണ് ബോഡി സ്യൂട്ട്. അതേപോലെ തന്നെ ബേബി ഗ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബേബി ഗ്രോ. കണ്ടോ, ഇതിപ്പം ഇത്തിരൂടെ കട്ടി കുറഞ്ഞ അല്ലാതെ കോട്ടൻ്റെ തന്നെ ബേബി ഗ്രോ ഉണ്ട്. അപ്പം അവർ പറയുന്നത് ഇതിപ്പം നിങ്ങൾ ഓരോന്ന് ഇപ്പം 6 എണ്ണം വെച്ചെടുക്കുക. അപ്പം 6 എണ്ണത്തിലും ഇപ്പം ബേബി ഗ്രോയും ബോഡി സ്യൂട്ടും ഹാറ്റ്, ബിബ്സ്, പിന്നെ അതിൻ്റെ ചെറിയ സോക്സ്, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് ഒരു സെറ്റായിട്ട് പാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പം ഞാൻ പക്ഷെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി സ്യൂട്ടും ബേബി ഗ്രോയും കൂടെ ഓരോ സെറ്റായിട്ട് 6 എണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഹാറ്റ് അങ്ങനത്തെ സാധനങ്ങൾ സെപ്പറേറ്റ്, അത് നിങ്ങളെ കാണിക്കാം. അപ്പം ഇങ്ങനത്തെ ഒരു 6 എണ്ണം ബോഡി സ്യൂട്ടും ബേബി ഗ്രോയും ചേർന്നുള്ള ഒരു 6 എണ്ണം എടുക്കുക. ഇതിപ്പോൾ രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചാണ് എടുത്തേക്കുന്നത് എടുക്കാനുള്ള സൗകര്യത്തിന്. അങ്ങനത്തെ ഒരു 6 എണ്ണം. ഇതിപ്പം 5 എണ്ണം. അതിൽ 6 എണ്ണം, 6ാമത്തേത് ഞാൻ എടുത്തേക്കുന്നത് ഇവർ പറയുന്നുണ്ട് നമ്മളിപ്പം ലേബർ റൂമിൽ ഡെലിവറി കഴിയുമ്പോഴത്തേന് ആ ടൈമിൽ ബേബിനെ ക്ലീൻ ചെയ്തിടാൻ വേണ്ടി ഈ സെയിം തന്നെ ബോഡി സ്യൂട്ടും ബേബി ഗ്രോയും ഹാറ്റ്, ബിബ്സ്, പിന്നെ അതേപോലെ തന്നെ സോക്സും, പിന്നെ ഒരു ബ്ലാങ്കറ്റ്, സെല്ലുലാർ ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കണം. അത് നമ്മൾ സെപ്പറേറ്റ് എടുക്കാൻ വേണ്ടി ഇതിൽ നിന്ന് ഒരെണ്ണം സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു 6 എണ്ണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നുണ്ട് മുസ്ലിൻ ക്ലോത്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ഇതിപ്പോൾ ഓൾറെഡി ചുരുണ്ടിരിക്കുകയാണ്. പിന്നെ അവർ സ്പെഷ്യലി പറയുന്നുണ്ട് നമ്മളുടെ ബേബിക്ക് യൂസ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും, ക്ലോത്ത്സ്, ബ്ലാങ്കറ്റ്, ഹാറ്റ്, എല്ലാ സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ വാഷ് ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ. അതിനുവേണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി എന്ത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ എന്താണെന്നുള്ളത് ഞങ്ങളുടെ ബേബിക്ക് വേണ്ടി എന്തെല്ലാം ഐറ്റംസാണ് നമ്മളിവിടെ വാങ്ങിച്ചതെന്നുള്ള ബേസിക് തിങ്സിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇതിനെയാണ് മുസ്ലിൻ ക്ലോത്ത്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞങ്ങൾക്ക് അയൺ ചെയ്യണം. ഇതൊരു 1-2 എടുക്കും. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫീഡ് ചെയ്തിട്ട് ബർപ്പ് ചെയ്യാൻ നേരം ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക്
ബർപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ആ വായിൽ നിന്ന് എന്തെങ്കിലും മിൽക്കോ അല്ലെങ്കിൽ വോമിറ്റോ എല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദേഹത്തോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ പർപ്പസ് അതാണ്. അപ്പം ഞാനതൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് അയൺ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി ചുരുണ്ടിരിക്കുക, ഞങ്ങൾ അയൺ ചെയ്തിട്ടില്ല, അയൺ ചെയ്യണം. ഇതിലത്തെ ഒരു 2 ക്ലോത്ത്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, 100% പ്യുവർ കോട്ടൺ ജെയിൻ പാഡ്സ്. ഇതല്ലാതെ പാഡ്സ് അല്ലാണ്ട് പാഡ് ടൈപ്പ് അല്ലാണ്ട് കോട്ടൺ ബോൾസ് പോലെ വരും. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളിൽ നമ്മൾ ബേബി മോഷൻ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് വൈപ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ അവർ മാക്സിമം നമ്മളെ എൻകറേജ് ചെയ്യുന്നില്ല. അവർ പറയുന്ന അത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നാപ്പി റാഷ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് പ്ലെയിൻ കോട്ടൺ വൈപ്സ് നമ്മളൊരു നോർമൽ ലൂക്കോം വാട്ടറിൽ മുക്കി ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാപ്പി റാഷ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് കോട്ടൺ പാഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ബോൾസിന് വരെ കോട്ടൺ പാഡ്സാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. പിന്നെ അടുത്ത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എടുക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ ആ ഒരു 6 സെറ്റിൻ്റെ കൂടെ നിങ്ങളത് സെപ്പറേറ്റ് ഇങ്ങനത്തെ ഓരോ പ്ലാസ്റ്റിക് ബാഗിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. ഞാൻ പക്ഷേ അത് ബേബി ഗ്രോയും ബോഡി സ്യൂട്ടും കൂടെ സെപ്പറേറ്റ് ഒരുമിച്ച് ഓരോ സെറ്റായിട്ട് വെച്ചു. പിന്നെ അതിന് വേണ്ട ഹാറ്റ്, ബിബ്സ് എല്ലാം കൂടെ ഒരു പ്ലാസ്റ്റിക് കവറിൽ സെപ്പറേറ്റ് എടുത്തു. അതേപോലെ തന്നെ സോക്സും മിറ്റൻസ് അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ ഒറ്റ സെറ്റായിട്ട് എടുത്തു. അപ്പം ഇതിൽ നിന്ന് എനിക്ക് എടുത്താൽ മതി, മറ്റേലിൽ നിന്ന് സെറ്റ് ചെയ്യുന്നതിൽ ഭേദം. അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരുമിച്ച് സെറ്റ് ചെയ്യാം. അവർ ഇതിന് പറയുന്ന ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഞാൻ പക്ഷേ അത് 2 സെപ്പറേറ്റ് ചെയ്തു. ഇത് ഓരോ പാക്കറ്റിലാക്കി സെപ്പറേറ്റ് എടുത്തു. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബിക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ സ്പെഷ്യലി അവർ പറയുന്നുണ്ട്. നാപ്പി റാഷ്, ഇതുണ്ട് നാപ്പി കെയർ ഓയിൽമെൻറ്റ്. ഇവിടെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന പറഞ്ഞാണ് ബെപ്പാൻതെൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ബെപ്പാൻടെൻ അങ്ങനെ ആയിരിക്കും അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഞാനപ്പോൾ അതിൻ്റെ ഒരു ട്യൂബ് വാങ്ങിച്ചു. അതേപോലെ തന്നെ ജസ്റ്റ് ഇപ്പം തലമുടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചീപ്പാൻ വേണ്ടി നമ്മൾ ഓൾറെഡി മറ്റേ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ബേബിക്ക് വേണ്ടി എന്തെല്ലാം ഐറ്റംസ്. അതിനുവേണ്ടി ചെറിയ കോമ്പ്, ബ്രഷ്, ഇതുണ്ട് ബ്രഷ് ഇതിലിരുന്ന് ഒരുമാതിരി ആക്കി. പിന്നെ ഒരു ചെറിയ ബേബി പൗഡറും, പിന്നെ ചെറിയൊരു ക്ലിപ്പ്. ഇതും കൂടെ ഞാൻ വെറുതെ ഇതവർ പറയുന്നില്ല, ഞാൻ ഇതിൽ വെച്ചതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ ഒരു ബാഗിലാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ ഒക്കെ എളുപ്പമായിരിക്കും. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ബാഗിൽ സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഒരു ബാഗ്. പിന്നെ അടുത്ത ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഡിഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കാർഡിഗൻ. ഇത് നിറ്റഡ് കൈ കൊണ്ട് ഹാൻഡ് മെയ്ഡ് കാർഡിഗനാണ്. ഇങ്ങനത്തെ നിങ്ങൾക്ക് ആവശ്യം 1 or 2 എടുത്താൽ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ ഇത് ഇത്തിരും കൂടെ തണുപ്പ് നിൽക്കാൻ വേണ്ടിയുള്ള ടൈപ്പ് ഒരു ഇത് കാർഡിഗൻ അല്ല ശരിക്കും, ഇത് ജമ്പർ ടൈപ്പ് അല്ലേ, ജമ്പർ ടൈപ്പ് ഒരെണ്ണം വാങ്ങിച്ചു. അതും ഞാൻ കാർഡിഗനും ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച്. പിന്നെ ബേബിയുടെ ബ്ലാങ്കറ്റ് അവർ പറയുന്നുണ്ട് 1 or 2 നല്ല ബ്ലാങ്കറ്റ് എടുക്കുക നമുക്ക്. കാരണം ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്റർ സീസൺ ആയിരിക്കും, അകത്ത് ചൂടുണ്ടാവും. എങ്കിൽ പോലും ഞാൻ ഇത്തിരി കൂടെ എക്സ്ട്രാ കെയർ നമുക്കറിയില്ലല്ലോ എങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഇത് ഇച്ചിരി നല്ല കട്ടിയുള്ളൊരു ബ്ലാങ്കറ്റാണ്, ഇങ്ങനത്തെ ഒരു ബ്ലാങ്കറ്റ് എടുത്തു. പിന്നെ അതേപോലെ കട്ടി കുറഞ്ഞ കണ്ടോ ഇങ്ങനത്തെ കട്ടി കുറഞ്ഞ ഒരു ബ്ലാങ്കറ്റും. പിന്നെ ഇത് നമുക്കെന്താ സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറയും. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൊച്ചുങ്ങളെ ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് വെച്ച് ഇത് കണ്ടോ ഇതിലേക്ക് കാലിട്ടിട്ട് ഇതിങ്ങനെ വെച്ച് ഇതിങ്ങനെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറയും. ഇങ്ങനത്തെ ഒരെണ്ണം ഞാൻ എടുത്തു. പിന്നെ ഇത് ഔട്ട്സൈഡിൽ നമ്മളിപ്പം അവർ പറയുന്നുണ്ട് നിങ്ങൾ ഇതിങ്ങനെ കൊണ്ടുവരുന്ന സമയം ഔട്ട്ഫിറ്റ് നമ്മൾ ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് കൊച്ചിനിടാൻ വേണ്ടി ഒരു ഔട്ട്ഫിറ്റ് എടുക്കുക. അപ്പം ഞാൻ എടുത്തേക്കുന്ന ഔട്ട്ഫിറ്റിൽ ഒന്നാണ് ഔട്ട്സൈഡിൽ അതിൻ്റെ, കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പായിരിക്കുമല്ലോ, അപ്പം പുറത്തിടാനുള്ള എക്സ്റ്റേണലായിട്ടുള്ളവരുടെ ഇതാണ്. പിന്നെ വേറൊരു ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം ബേബി ഗ്രോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഞാൻ ഒരെണ്ണം യൂസ് ചെയ്ത്
പാഡും ഓൾറെഡി ഞാൻ എല്ലാം കാണിച്ചല്ലോ നിങ്ങളതുള്ള. ഇതായിരിക്കും ബേബിയുടെ ഔട്ട്ഫിറ്റായിട്ട് നമ്മൾ എക്സ്റ്റേണലായിട്ട് ഇടാൻ വേണ്ടി എടുത്തേക്കുന്ന. ഇന്നർ വണ്ണ് ഞാൻ സെപ്പറേറ്റ് ഒരെണ്ണം നമുക്ക് ഇഷ്ടമുള്ള തുണികൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ബോയ്സ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇടാം, ഗേൾസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഔട്ട്ഫിറ്റ് എടുക്കാം. ഇത്രയാണ് സാധനങ്ങൾ. പിന്നെ സെല്ലുലാർ ബ്ലാങ്കറ്റ് എന്ന് പറയും. സെല്ലുലാർ ബ്ലാങ്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സെല്ലുലാർ ബ്ലാങ്കറ്റ്. ഇതുണ്ടോ, ചെറിയ ഹോൾസ് ഉള്ള. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബിനെ റാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സെല്ലുലാർ ബ്ലാങ്കറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ 2 ബ്ലാങ്കറ്റ് സെല്ലുലാർ ബ്ലാങ്കറ്റ് എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വൈറ്റും ഒരു പിങ്കും സെല്ലുലാർ ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് ക്ലോത്ത്സിൻ്റെ ഐറ്റംസിൽ നമുക്ക് എടുക്കേണ്ട സാധനങ്ങൾ. ബേബിക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ അധികം സാധനങ്ങളില്ല, മദറിനാണ് ഒരുപാട് സാധനങ്ങൾ വരുന്നത്. ബേബിക്ക് ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സെല്ലുലാർ ബ്ലാങ്കറ്റ്. നിങ്ങൾ സ്പെഷ്യലി നോക്കുക, ചെറിയ ഹോൾസ് ഉണ്ട്. ഇതാണ് സെല്ലുലാർ ബ്ലാങ്കറ്റ്. പിന്നെ മെയിനായിട്ട് വേണ്ടത് അവർ പറയുന്ന ഒരു 24 പാക്ക് വരുന്ന ഒരു നാപ്പീസിൻ്റെ പാക്കറ്റ്, ഒരു 24 പാക്കറ്റ് വരുന്ന എടുക്കുക. അങ്ങനെ ഒരു 24 പാക്ക് വരുന്ന ഒരു പാക്കറ്റ് നാപ്പീസ്. അതേപോലെ തന്നെ വാട്ടർ വൈപ്സ് ഞാൻ സെപ്പറേറ്റ് എടുത്തു. ഇതിപ്പം ഇതിനകത്തിൽ ഇപ്പം ഞാൻ വാങ്ങിച്ചേക്കുന്നത് വാട്ടർ വൈപ്സ് ആണ്. ഇതിൽ 99.9% വാട്ടർ ആൻഡ് എ ഡ്രോപ്പ് ഓഫ് ഫ്രൂട്ട് എക്സ്ട്രാ കെമിക്കൽസ് ഒന്നും വരുന്നില്ല. ഇത് നാപ്പി റാഷ് അധികം ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു 2 പാക്കറ്റും കൂടെ ഞാൻ എക്സ്ട്രാ എടുക്കും. അപ്പോൾ ഇത്രയാണ് ബേബിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സാധനങ്ങൾ. അപ്പം ബേബിക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്ലോത്ത്സും വൈപ്സ് പിന്നെ ഈ പറഞ്ഞ പാഡും ഇങ്ങനത്തെ സാധനങ്ങളേ വരുന്നുള്ളൂ. മദറിനാണ് ഒരുപാട് സാധനങ്ങൾ വരുന്നത്. അപ്പം ഇത്രയും നമ്മൾ ബാഗിൽ പാക്ക് ചെയ്യും. പിന്നെ ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ മദറിൻ്റെ ബാഗും ബേബിയുടെ ബാഗും സെറ്റ് ചെയ്യുന്ന കൂടാതെ ലേബർ റൂമിലേക്ക് ഇവരൊരു സെപ്പറേറ്റ് ഒരു കുഞ്ഞു ബാഗിൽ ഒരു ബേബിയുടെ ഐറ്റംസ് എടുക്കാൻ പറയുന്നുണ്ട്. കാരണം ലേബർ റൂമിൽ ഡെലിവറി ആയി കഴിയുമ്പോഴത്തേന് അപ്പം ക്ലീൻ ചെയ്തിട്ടിടാൻ വേണ്ടിയുള്ള ക്ലോത്ത്സ് ആണ്. ഇത് സെപ്പറേറ്റ് അവരൊരു ഇതിലെടുക്കാമെന്ന് നമുക്ക് വേഗം എടുക്കാൻ വേണ്ടിയുള്ള പർപ്പസിന് വേണ്ടിയാണ്. അപ്പോൾ അതൊരു പ്ലാസ്റ്റിക് ബാഗിൽ എടുക്കുക എന്തെങ്കിലും. ഞാനിപ്പോൾ ജസ്റ്റ് എടുത്തേക്കുന്ന ഇതുണ്ട്. നമുക്ക് എവരി മമ്മിൻ്റെ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചായിരുന്നു, ഒരു ഗിഫ്റ്റ് പാക്ക് പോലെ പ്രഗ്നൻറ്റ് മദേഴ്സിന് കൊടുക്കുന്നത്. ഞാൻ ആ ഒരു ബാഗിലാണ് എടുക്കുന്നത്. അതിലിപ്പം എന്തൊക്കെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാപ്പി, പിന്നെ ഒരു ബിപ്സ്, അതേപോലെ തന്നെ സെയിം സോക്സ്, മിറ്റൻസ്, പിന്നെ ബേബി ഗ്രോ, ബോഡി സ്യൂട്ട്, ഹാറ്റ്. ഇത്രയും കൂടെ ഞാൻ ഒറ്റ ഒരെണ്ണത്തിൽ ഇങ്ങനെ ഇത് സെറ്റ് ചെയ്തു. പിന്നെ ഒരു കാർഡിഗനും ഒരു സെല്ലുലാർ ബ്ലാങ്കറ്റ് പറയുന്നില്ല, പക്ഷേ നമുക്കറിയില്ലല്ലോ, റാപ്പ് ചെയ്യണമെങ്കിൽ സെല്ലുലാർ ബ്ലാങ്കറ്റാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു സെല്ലുലാർ ബ്ലാങ്കറ്റും ഒരു കാർഡിഗനോട് അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ എടുത്തു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ ഒരു ബാഗിൻ്റെ അകത്തിൽ സെപ്പറേറ്റ് ലേബർ റൂമിൽ യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കും. ബാക്കിയെല്ലാം ബേബിയുടെ ബാഗിൽ നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതൊരു ബാഗായിട്ട് എടുത്തു കഴിഞ്ഞാൽ ബേബി ഡെലിവറി ആകുമ്പോൾ ഇപ്പം നമ്മളോട് പറയുക ബേബിയുടെ ഡ്രസ്സ് തരാൻ പറഞ്ഞാൽ ഈ ഒറ്റ ബാഗ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തില്ല, ഓൾറെഡി എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഈ ഒറ്റ ബാഗായിട്ട് കൊടുക്കില്ല, സാധനങ്ങൾ സെപ്പറേറ്റ് എടുത്ത് കൊടുക്കണം. ഇതെപ്പോഴും നമ്മൾ മദർ ബാഗിൻ്റെ അല്ല ബേബി ബാഗിൻ്റെ ഏറ്റവും മുകളിലായിട്ട് തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ആകുമ്പോൾ എടുക്കാൻ എളുപ്പം നീച്ചി. ഇപ്പം നമുക്ക് കിടക്കുന്ന ആൾക്ക് എടുക്കാൻ പറ്റിയില്ല, അല്ലെ കൂടെ വരുന്ന ആൾക്ക് ഇപ്പം ലേബർ റൂമിൽ നിൽക്കാൻ താല്പര്യമില്ലെന്നുള്ള വ്യക്തികളാണെങ്കിൽ അവർക്കറിയില്ലല്ലോ എവിടെ ആയിരിക്കുന്നത്. അപ്പോൾ അവരോട് നമുക്ക് ജസ്റ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒറ്റ ബാഗ് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലേബർ റൂമിൽ ഇടാൻ വേണ്ടിയുള്ള ഒരു നൈറ്റി കളേർഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അത് ഈ ബ്ലഡ് സ്ട്രെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ അവർ പറയുന്നുണ്ട് സ്പെഷ്യലി ഓൾഡ് നൈറ്റീസ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഭയങ്കരമായിട്ടും വൃത്തികേടായി കഴിഞ്ഞാൽ നമുക്കത് കളയാമല്ലോ. പിന്നെ അങ്ങനെ ഓൾഡ് ആയിട്ടുള്ള ഒരു നൈറ്റിയും പിന്നെ ഒരു ഡ്രസ്സിങ് ഗൗണും കൂടെ ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് മോളി വെക്കുക. അപ്പം നമ്മൾ നോർമൽ ഡ്രസ്സിൽ പോയിട്ട് ആ ഡ്രസ്സ് മാറി നമ്മളുടെ ഓൺ ഡ്രസ്സിലാണ് ഇപ്പം ഡെലിവറി ആവുകയാണെങ്കിൽ ഡെലിവറി ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നൈറ്റീസ് എല്ലാം നമ്മുടെ ഓൺ ഡ്രസ്സായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ സെപ്പറേറ്റ് വെക്കുക. മറ്റേൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യാതെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെല്ലുമ്പം തന്നെ വേഗം എടുക്കാൻ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതേപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മെയിനായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്.
തിരിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന ടൈം നമുക്കൊരു ഔട്ട്ഫിറ്റ് നമ്മൾ കരുതണം. ഇപ്പം നിങ്ങൾക്ക് എന്താണ് നോർമലായിട്ട് നിങ്ങൾ യൂഷ്വൽ ഡ്രസ്സ് ഒരു നല്ല ഔട്ട്ഫിറ്റ് കരുതുക. അതുപോലെ തന്നെ ബേബിക്ക് നല്ലൊരു ഔട്ട്ഫിറ്റ് എടുക്കുക. പിന്നെ മെയിനായിട്ട് എടുക്കേണ്ടതാണ് കാർ സീറ്റ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ മെയിനായിട്ട് നിങ്ങൾ കരുതേണ്ട ഒരു കാര്യമാണ് കാർ സീറ്റ് ഒരിക്കലും മറക്കരുത്. ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്ന കാർ സീറ്റ് ഇല്ലെങ്കിൽ അവർ ബേബിനെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നു വിടത്തിലാണ്. ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മസ്റ്റായിട്ട് നമ്മൾ ട്രാവലിങ് ചെയ്യുമ്പം യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ് കാർ സീറ്റ്. ഇപ്പോൾ ഓരോ ഏജ് വൈസ് ഉണ്ട്, അത് എന്തായാലും യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഈ സാധനങ്ങളും ഇതിപ്പം നമ്മൾ ചെല്ലുന്ന സമയത്ത് ബാഗിൻ്റെ കൂട്ടത്തിൽ ഹോസ്പിറ്റലിൽ കയറ്റണമെന്നില്ല. നമ്മൾ ഡിസ്ചാർജ് ആവുന്ന ടൈമിൽ നമ്മളെ വിളിക്കാൻ വരുന്നവർ ഇത് മസ്റ്റായിട്ട് കയ്യിൽ കൊണ്ടുവരണം. നമ്മൾ തിരിച്ച് പുറത്തിറങ്ങുമ്പം ആ എടുത്ത ബ്ലാങ്കറ്റും എല്ലാം നമുക്ക് ഇതിൽ ഇനഫായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേബിക്ക് അധികം പുറത്ത് കാറ്റോ അല്ലെങ്കിൽ തണുപ്പോ അടിക്കാതെ നമുക്ക് വീട്ടിൽ സേഫായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ അയർലൻഡിൽ നമ്മൾ ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ സെറ്റ് ചെയ്യേണ്ട മദറിൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓൾറെഡി. മദറിൻ്റെ ബാഗിൽ നമ്മൾ എന്തൊക്കെ കരുതണം, ബേബിയുടെ ബാഗിൽ എന്തൊക്കെ കരുതണം, പിന്നെ കാർ സീറ്റ്, പിന്നെ ലേബർ റൂമിൽ നമ്മൾ എടുക്കേണ്ട സാധനങ്ങൾ, എല്ലാ ഡീറ്റെയിൽസും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഓൾറെഡി സെർച്ച് ചെയ്ത് ആ ഒരു ലിങ്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും കമൻസോ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പം പുതിയൊരു വ്യക്തിയാണ് ഇവിടെ. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഡെലിവറി ആയവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും എങ്ങനെയാണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ എടുത്തതിൽ ഇപ്പം വേണ്ടാത്തതുണ്ടോ അല്ലെങ്കിൽ ഇനി കൂടുതൽ സാധനങ്ങൾ എടുക്കേണ്ടതുണ്ടോ അങ്ങനെയൊക്കെ അറിയാവുന്നവർക്ക്, എക്സ്പീരിയൻസ് ഉള്ളവർക്കുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കത് കാണുന്നവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതേപോലെ എൻ്റെ ഒരു അറിവിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിന് ഇപ്പം ഞാൻ പ്രിപ്പയർ ചെയ്ത് ഈ ഒരു വീഡിയോ ഇടുന്നതിൽ സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫാണ് കീറ ഐറിഷാണ്. കീറ എനിക്ക് ശരിക്കും ഒരു ഓവറോൾ ഐഡിയ തന്നെ തന്നിട്ടുണ്ട്. എന്തെല്ലാമാണ് ബാഗിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കും നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ റൂട്ടീൻ എന്തൊക്കെയായിരിക്കും എന്ന്, അങ്ങനെ എല്ലാം ഒരു ഓവറോൾ ഐഡിയ തന്നിട്ടുണ്ട്. അപ്പം കീറയ്ക്ക് ഒരുപാട് താങ്ക്സ് എല്ലാ ഇൻഫർമേഷൻസും തന്നതിന്. അപ്പം നമുക്ക് ഈ വീഡിയോ ഇടുവാണെങ്കിൽ തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സ്പെഷ്യലി പുതിയതായിട്ട് വരുന്ന വ്യക്തികൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളുള്ളത്. ഇപ്പം ഞങ്ങൾക്കാണേലും അതിനെക്കുറിച്ച് അധികം അറിവുണ്ടായിരുന്നില്ല. അപ്പം ഇത്രയൊക്കെയാണ് മറ്റേണിറ്റി ബാഗ് പ്രിപ്പറേഷൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. ഒന്ന് മദറിൻ്റെ ബാഗ്, ഇതിനകത്ത് ഫുള്ള് മദറിന് ആവശ്യമുള്ള ബാഗാണ്, മദറിന് ആവശ്യമുള്ള സാധനങ്ങളാണ് അതിനകത്തെല്ലാം. പിന്നെ ലേബർ റൂമിൽ പെട്ടെന്ന് ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ള ലേബർ റൂമിൻ്റെ ബാഗ്. അതിനകത്ത് കൊച്ച് ജനിക്കുമ്പം കൊച്ചിനെ ക്ലീൻ ചെയ്ത് പെട്ടെന്ന് കൊച്ചിന് ഇടാനുള്ള കാര്യങ്ങളും ബേബിക്ക് ഇടാനുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബേബിയുടെ ബാഗ് ഫുള്ളായിട്ട് ഇതിനകത്താണ്. അതിനകത്ത് ബേബിയുടെ നാപ്പീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കുറേ ഡ്രസ്സുകൾ, അങ്ങനെയുള്ള ഐറ്റംസുകളാണ്. പിന്നെ ഇതിനകത്ത് ഇത് ഒരു കാർ സീറ്റാണ്. നമ്മൾ ലാസ്റ്റ് ബേബിയെ അവിടുന്ന് റിസീവ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ കാർ സീറ്റിൽ വേണം കൊണ്ടുവരാൻ. ഇവിടെ സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടി നിങ്ങളെ കാണിച്ചത്. അപ്പം ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഇത് നമ്മളുടെ സൈഡിൽ നിന്നുള്ളൊരു ഇൻപുട്ടാണ്. നിങ്ങൾക്കല്ലാതെ ഒരുപാട് ഇൻഫർമേഷൻസ് ഗൂഗിളിൽ നിന്ന് എടുക്കാനും എല്ലാം പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയൊരു ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ കേട്ടോ. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ഹെവി വീഡിയോയിൽ കാണാം. ബൈ ബൈ.